അസ്സലാമലൈക്കും. ഇന്ന് നമുക്കേ ഒരു ഫ്രോക്ക് നൈറ്റി നോക്കിയാലോ. കഴിഞ്ഞ ദിവസം ഞാൻ ഫ്രോക്ക് നൈറ്റി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു റണ്ണിങ് മെറ്റീരിയലിൽ നിന്ന്. ഇത് നമുക്ക് നൈറ്റി മെറ്റീരിയൽ കൊണ്ടിട്ട് ഒരെണ്ണം തയ്ക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാ രണ്ട് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഈ രണ്ട് മെറ്റീരിയൽ എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ രണ്ട് സെയിം മെറ്റീരിയൽ എടുക്കുക. അതായത് സെയിം പ്രിൻ്റായിട്ടോ ഉള്ളത് അല്ലെങ്കിൽ മിക്സ് ആൻഡ് മാച്ച് മെറ്റീരിയൽ എടുത്തിട്ട് അതിൻ്റെ ഫ്രില്ല് ഇതിലും അങ്ങനെയൊക്കെ വെച്ചിട്ട് തയ്ച്ചെടുത്താൽ മതി കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് മെറ്റീരിയൽ. പക്ഷേ ഞാൻ മിക്സ് ആൻഡ് മാച്ച് അല്ല ചെയ്യണത്. അപ്പോൾ ഞാനിത് കറക്റ്റായിട്ട് അളന്ന് നോക്കിയിട്ടുണ്ട്. നമുക്ക് എത്ര ലെങ്ത്ത് വേണമെന്ന് നോക്കാം നൈറ്റിക്ക്. അതിൽ നിന്ന് ഒരു 10 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് നമുക്ക് എത്രയാണോ കിട്ടുന്നത് ആ ഭാഗം വരെ മടക്കിയിട്ടേക്കാണ് കേട്ടോ. അതായത് നമുക്ക് നൈറ്റിക്ക് എത്ര ലെങ്ത്ത് വേണം നോക്കിയിട്ട് അതിൽ നിന്ന് 10 ഇഞ്ച് മൈനസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ളത് ഇതാ അപ്പുറത്തേക്ക് കിടക്കണുണ്ടോ, അത് നമുക്ക് ഫ്രില്ലിൽ വേണ്ടതാണ് കേട്ടോ. അപ്പം നമുക്ക് 10 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് എത്ര വേണമെന്നുള്ളത് 42 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ എന്താ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണത് കേട്ടോ. ഞാൻ 52 ഇഞ്ചിൻ്റെയാണ് ചെയ്തെടുക്കണത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രില്ലിന് വേണ്ടത്. ഇതേപോലെ രണ്ടും നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ബ്ലാക്കും കട്ട് ചെയ്തെടുക്കണം, ഇപ്പോൾ റെഡ് നമ്മൾ കട്ട് ചെയ്തല്ലോ. ഇനി അതിന് ശേഷം ഇതിനെ 4ആക്കി മടക്കുക. അപ്പോൾ 2ആക്കി മടക്കിയിട്ടേക്കാണ്. 4ആക്കി നമ്മൾ നൈറ്റിയൊക്കെ കട്ട് ചെയ്യാൻ മടക്കണ പോലെ തന്നെ കറക്റ്റായിട്ട് മടക്കിയെടുക്കുക കേട്ടോ. എന്നിട്ടതാ രണ്ടിൻ്റെയും ബാലൻസ് പീസ് ഞാൻ ദാ ഇവിടെ വെച്ചിട്ടുണ്ട്. ബ്ലാക്ക് വെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇനി നമുക്കിതിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഷോൾഡർ, കൈക്കുഴി ഇതൊക്കെ മാർക്ക് ചെയ്യണം. അപ്പോൾ സാധാരണ നൈറ്റിയുടെ മാർക്ക് ചെയ്യണ പോലെ തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ അതാണ് ഞാൻ ഷോൾഡർ മാർക്ക് ചെയ്യുന്നുണ്ട്. ഒരു 8 ഇഞ്ചാണ് ഷോൾഡർ മാർക്ക് ചെയ്യണത്. ഒരു 9 ഇഞ്ചോളം ഞാൻ കൈക്കുഴി മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ കൈ ഇത്തിരി ലൂസായിട്ട് കിട്ടണം. ഇത് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണം കസ്റ്റമർ പറഞ്ഞാണ്, ഒരെണ്ണം ഞാൻ വെറുതെ തയ്ച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ഏതാണ് കസ്റ്റമർ എടുക്കണതെന്ന് എനിക്കറിയില്ല. എന്നിട്ട് ചെസ്റ്റ് അളവ് ഞാൻ 48 ഇഞ്ച് ചെസ്റ്റിലാണ് ചെയ്യണത്. 24 മാർക്ക് ചെയ്തിട്ടുണ്ട്. 1 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തിട്ടുണ്ട്. വേസ്റ്റ് ഒരു 16ലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ മാർക്ക് ചെയ്തതിനേക്കാളും 1 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് വേസ്റ്റിൻ്റെ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെയും 1 ഇഞ്ച് തന്നെയാണ് കേട്ടോ തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിതൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വരക്കണം. താഴേക്ക് വരക്കുമ്പോൾ ഏറ്റവും എൻഡിലേക്ക് വരക്കരുത് കേട്ടോ. അപ്പോൾ ഫ്ലെയർ കുറഞ്ഞു പോകുന്നത് ഇത്രയും വരെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചാൽ മതി. ഇനി വേറൊരു ഐഡിയ ഉണ്ട് കേട്ടോ. ഫ്ലെയർ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഐഡിയയും കൂടെ ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. ഇത്രയും വരെ നമ്മൾ നൈറ്റിക്ക് ചെയ്യണ പോലെ തന്നെ സാധാരണ ഇത്രയും വരെ ചെയ്തിട്ടുള്ളൂ. ബാക്കി താഴേക്ക് ഫ്ലെയർ കൂട്ടാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനി ഇതിങ്ങനെ ഷേപ്പ് ചെയ്തൊക്കെ വരക്കുക. കോർണർ ഭാഗത്ത് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതും ഇങ്ങനെ വരച്ചൊക്കെ എടുക്കുക. അപ്പോൾ നിങ്ങളുടെ അളവൊക്കെ എടുത്തിട്ട് നിങ്ങൾ വരച്ച് ഇതേപോലെയൊക്കെ റെഡിയാക്കി എടുക്കുക. അല്ലെങ്കിൽ ഒരു നൈറ്റി ഉണ്ടെങ്കിൽ ആ നൈറ്റി വെച്ചിട്ട് ഇതേപോലെയൊക്കെ ഒന്ന് മാർക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഈ ഭാഗത്തു നിന്നാണ് കൈ എടുക്കണേ കേട്ടോ. അപ്പോൾ നമുക്ക് 2 എണ്ണമൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഒരുമിച്ച് ഇങ്ങനെ ഇട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. നമുക്ക് കട്ട് ചെയ്യാനും എളുപ്പമാണ്. ഒരുപാടൊക്കെ ഇട്ടിട്ട് നമുക്കിങ്ങനെ കത്രിക വെച്ച് മുറിക്കാൻ പാടായിരിക്കും. 2 എണ്ണം അല്ലെങ്കിൽ 3 എണ്ണം വരെയൊക്കെ നമുക്ക് ഇതുപോലെ ഒരുമിച്ചിട്ടിട്ട് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് വെട്ടും കഴിയും. നമുക്ക് പ്രൊഫഷണലായിട്ടൊക്കെ ചെയ്യണവർക്കുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാമല്ലോ. എന്നിട്ട് ഈ വെട്ടിയെടുത്ത പീസ് ഉണ്ടല്ലോ, വെട്ടിയെടുത്ത പീസിൻ്റെ ആ മൂലഭാഗം ഞാൻ ഇങ്ങനെ ചേർത്ത് വെക്കാണ് കേട്ടോ. അപ്പോൾ അത്രയും കൂടെ നമുക്ക് ഫ്ലെയർ കിട്ടും. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഉടുപ്പ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴ്ഭാഗം ഒരു വിരിവില്ലാത്ത പോലെ കിടക്കും. അപ്പോൾ അതില്ലാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ ഈ ഒരു പീസും കൂടെ ഇവിടെ വെച്ച് എടുക്കണേ കേട്ടോ. അപ്പോൾ നമുക്ക് കൈക്കുള്ള ഭാഗം അപ്പുറത്ത് കിടക്കണ്ട കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത് സൈഡിൽ ഫ്ലെയർ കൂട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ കൈക്കുള്ള പീസ് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ ഇന്നൊരു വളവ് വന്നേക്കണുണ്ട്. ആ വളവ് നമുക്കൊന്ന് നേരെയാക്കി കൊടുക്കാം. അപ്പോൾ തന്നെ ഒരു സൈഡിൽ തന്നെ നമുക്ക് 2 ഇഞ്ച് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. 4 സൈഡിൽ നിന്നും കൂടെ വരുമ്പോഴത്തേക്കും ഒരു 8 ഇഞ്ച് നമുക്ക് ഫ്ലെയർ കൂടുതൽ കിട്ടും കേട്ടോ. അപ്പോൾ നല്ല ഫ്ലെയർ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് നൈറ്റിയൊക്കെ അടിക്കുമ്പോഴും താഴ്ഭാഗത്ത് ഫ്ലെയർ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കണ്ട 3 ഇഞ്ചോളം നമുക്ക് ഫ്ലെയർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് 12 ഇഞ്ചോളം നമുക്ക് അടിഭാഗത്ത് ഫ്ലെയർ കൂടുതൽ കിട്ടും കേട്ടോ. ഇനി ഈ ഒരു പീസ് ഉണ്ടല്ലോ, ഈ പീസ് നമുക്ക് സ്കേർട്ടിനുള്ളതാണ്. അതെങ്ങനെ വെട്ടണം എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് താഴ്ഭാഗത്ത് ഫ്ലെയർ നല്ലോണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ പീസ് കളയരുത്, അത് എടുത്ത് വെച്ചേക്കണം. ഇനി നമ്മുടെ സ്കേർട്ട് പാർട്ട് ഇങ്ങനെ 3ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഒറ്റ പീസായിരുന്നല്ലോ, അതിന് 3ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുകയാണ്. 10 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. തയ്യൽ തുമ്പ് 1 ഇഞ്ച് കൂടുതൽ കിട്ടിയാൽ മതി. ഒരുപാട് വീതിയിലൊന്നും നമുക്ക് മടക്കി വെക്കാൻ പറ്റില്ല. പിന്നെ ഈ ഫ്രോക്ക് നൈറ്റിക്ക് അറ്റം വരെ ഇറക്കമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഒരു 52-53 അതുപോലെ അറ്റം വരെ ഇറക്കം കിട്ടണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് തുണി കൂടുതൽ 320ൻ്റെ മെറ്റീരിയലൊക്കെ എടുക്കേണ്ടി വരും. ഇത് 290ൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് സെയിലിനുള്ള മെറ്റീരിയലാണ് കേട്ടോ.
നൈറ്റി മെറ്റീരിയലിൻ്റെ സെയിലുണ്ടല്ലോ അതിലുള്ളതാണ്. ആർക്കെങ്കിലും നൈറ്റി മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എന്താ അതിൻ്റെ കാറ്റലോഗ് ഇട്ട് തരാം കേട്ടോ. കുറേ നൈറ്റീസൊക്കെ ഇരിപ്പുണ്ട്. ഇതാ നോക്കി കൈ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. കൈ ഇത്തിരി വീതി കൂട്ടിയാണ് എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ പഫ് വേണം. പിന്നെ താഴ്ഭാഗവും ഞാൻ ഒരുപാട് ഷേപ്പ് ചെയ്യണില്ല. താഴ്ഭാഗത്ത് നമുക്ക് എലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ട് തയ്ച്ചെടുക്കാം കേട്ടോ. അതാണല്ലോ ഈ ഇങ്ങനെ ഫ്രോക്ക് നൈറ്റിക്ക് എലാസ്റ്റിക് ഇട്ടോ അല്ലെങ്കിൽ പഫൊക്കെ വെച്ചിട്ടുള്ള കൈയാണ് ഭംഗി ഉണ്ടാവുക. താഴെയും ഇങ്ങനെ മുകളിൽ കുറച്ച് ഒരുപാടൊന്നുമില്ല, കുറച്ച് പഫൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട്. അരികൊന്നും അടിക്കേണ്ട, അത് തേരുഭാഗം ആയതുകൊണ്ട് അരികൊന്നും അടിച്ചെടുക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് കൈക്കുഴി ഒന്ന് കുഴിച്ച് വെട്ടണം ഫ്രണ്ടിൽ. അതിനുശേഷം കഴുത്ത് കട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ക്യാൻവാസിലാണ് കേട്ടോ കട്ട് ചെയ്യണത് കഴുത്ത്. എന്താ നോക്കി ഇത്രയും ഒന്നിങ്ങനെ കട്ട് ചെയ്ത് ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് വെട്ടിയെടുക്കുകയാണ്. ഒരുപാട് അറ്റത്തേക്ക് പോകണില്ല കേട്ടോ. അതാ ഇത്രയും വരെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. ഇനി ഫ്രണ്ട് നെക്ക് എങ്ങനെ മാർക്ക് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. വി ആണെങ്കിൽ എങ്ങനെ മാർക്ക് ചെയ്യണമെന്ന് കാണിച്ചു തരാം കേട്ടോ. വി ആകുമ്പോഴുണ്ടല്ലോ നമ്മൾ കുറച്ച് അകലം കൂട്ടിയെടുക്കണം. സാധാരണ എടുക്കുന്നതിനേക്കാളും ഒരു അര ഇഞ്ച്, നമ്മൾ 3.5 ഇഞ്ചാണ് കഴുത്തകലം എടുക്കണമെങ്കിൽ ഒരു 4 ഇഞ്ച് കഴുത്തകലം മാർക്ക് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്രോസ് ആയിട്ട് വെച്ചിട്ട് ഒരു 8 ഇഞ്ച് വരെയൊക്കെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. കണ്ടോ? അപ്പോൾ നേരെ വരുമ്പോൾ 7 ഇഞ്ച്. അപ്പോൾ അത് കറക്റ്റായിരിക്കും കേട്ടോ. ക്രോസ് വെച്ചിട്ട് വേണം 8 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാൻ കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഈ വീനൊക്കെ ഒരുപാട് ചെറുതായിട്ടുണ്ടെങ്കിൽ കാണാൻ ഭംഗി ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വൈഡാക്കി എടുത്തത്. അപ്പോൾ അത് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടില്ലേ, ഇങ്ങനെ സ്ട്രെയിറ്റ് വി അല്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് വീട് ആ സൈഡൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം കേട്ടോ. അതായത് ഇതുപോലെ എന്നാലാണ് വീനൊക്കെ കാണാൻ ഒരു ഭംഗി ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് വരച്ചെടുത്താൽ മതി. ഇത് ഞാനിപ്പോൾ ഇതിൽ വെട്ടണില്ല, ക്യാൻവാസിലാണ് വെട്ടണത്. ക്യാൻവാസിൽ വെട്ടണം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആദ്യം ഞാൻ കരുതി ഇതിൽ വെക്കാമെന്നാണ്. പിന്നെ ഇത്തിരി കൂടെ ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ക്യാൻവാസിൽ വെട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ കഴുത്ത് കിട്ടുമല്ലോ. അപ്പോൾ അതാ ഇതിൻ്റെ പശയുള്ള ഭാഗം അകത്ത് വരുന്ന രീതിയിൽ നമുക്ക് ക്യാൻവാസ് ഇങ്ങനെ മടക്കിയെടുക്കാം. ഏത് നെക്ക് വേണമെങ്കിലും നമുക്ക് ക്യാൻവാസിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിന് ശേഷം നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തില്ലേ, അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് മാർക്ക് ചെയ്യുക കേട്ടോ. 4 ഇഞ്ച് കഴുത്തകലം കൊടുക്കുക, ക്രോസിൽ 8 ഇഞ്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ക്രോസിൽ തന്നെ വെച്ചിട്ട് നമുക്കിങ്ങനെ 8 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കണം കേട്ടോ. കണ്ടോ? ഇതുപോലെ എന്നിട്ട് ജസ്റ്റ് ഒന്ന് വളച്ചൊക്കെ എടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കാം. ഓക്കെ. അപ്പം നമ്മൾ ഓൺലൈനായിട്ട് ടൈലറിങ് പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ക്ലാസ് വേണമെന്നുള്ളവർ ഇതായി കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചേക്കാം, ഡീറ്റെയിൽസും വെച്ചേക്കാം കേട്ടോ. താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഓക്കെ. അടിപൊളിയായിട്ട് തയ്യൽ പഠിക്കാം. ഇനിയിപ്പോൾ ഫാഷനായിട്ടുള്ള ഡ്രസ്സുകൾ പഠിക്കണമെങ്കിൽ അങ്ങനെ പഠിക്കാം, ചുരിദാർ മാത്രം പഠിക്കണമെങ്കിൽ അങ്ങനെ പഠിക്കാം, ബ്ലൗസ് മാത്രം പഠിക്കണമെങ്കിൽ അങ്ങനെ പഠിക്കാം. എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് പഠിപ്പിച്ച് തരണതായിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫീസൊക്കെ അറിയാനായിട്ട് ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്തേക്ക്. അപ്പോൾ ആ കഴുത്ത് നമ്മൾ വരച്ചിട്ട് ആ വരയിലൂടെയൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുകയാണ്. എന്തെങ്കിലും ഒരു ചെറിയൊരു വളവ് വന്നാൽ തന്നെ നെക്ക് കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ നെക്കിൻ്റെ ഒരു ഷേപ്പ് നോക്കിക്കോട്ടെ, നല്ല ഭംഗിയാണ്. ബ്ലൗസിനൊക്കെ ഇപ്പോൾ എല്ലാവരും വീനക്കാണ് കേട്ടോ വെക്കണത്. ഞാൻ ഇവിടെ ഒന്ന് വെച്ച് കാണിച്ചു തരാം. നല്ല ഭംഗിയുള്ള നെക്ക് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു പീസിൽ ഒട്ടിക്കണം. അപ്പോൾ ഞാനൊരു കോഫി ബ്രൗൺ തുണി, എൻ്റെ കയ്യിൽ ബ്ലാക്ക് ഉണ്ടായില്ല, അതുകൊണ്ടാണ് ഞാൻ ബ്രൗൺ തുണിയിൽ ഒട്ടിച്ച് കൊണ്ടുവന്നത്. അത് ഞാൻ എൻഡ് ഭാഗം അവിടെ അടിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഇങ്ങനെ ക്യാൻവാസിൽ ടച്ച് ചെയ്യാണ്ട് നമ്മൾ അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഫ്രണ്ട് നെക്ക് ക്യാൻവാസ് ഇട്ട് ചെയ്ത് ബാക്ക് നെക്ക് ഇങ്ങനെ ക്രോസ് പീസ് ഇട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ബാക്ക് ഇതേ അളവിൽ തന്നെ കട്ട് ചെയ്യരുത് കേട്ടോ. അതായത് കഴുത്തിൻ്റെ ആ വീതി നമ്മളിപ്പോൾ ഫ്രണ്ടിൽ 4 അല്ലേ കൊടുത്തത്, ആ 4 തന്നെ ഇട്ട് കട്ട് ചെയ്യരുത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 തന്നെ ഇട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിലെ കഴുത്തിൻ്റെ വീതി കൂടിപ്പോകും കേട്ടോ. അപ്പോൾ ഷോൾഡറൊക്കെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് എത്രയാണോ മാർക്ക് ചെയ്തത് അതിനേക്കാളും 4 ഇഞ്ച് കുറക്കുക. അതായത് ഇപ്പോൾ ഫ്രണ്ട് നമ്മളിപ്പോൾ 4 ഇഞ്ചല്ലേ എടുത്തത്, അപ്പോൾ ബാക്ക് നെക്ക് എടുക്കുമ്പോഴത്തേക്കും 3.25 വീതി എടുത്താൽ മതി. ക്രോസ് പീസ് വെച്ചിട്ടാണ്, ക്യാൻവാസ് വെച്ചിട്ടാണെങ്കിൽ 4 തന്നെ എടുക്കാം കേട്ടോ. ക്രോസ് പീസ് വെച്ചിട്ടാണെങ്കിൽ 4 എടുക്കരുത്, ഒരു 4 ഇഞ്ച് മൈനസ് ചെയ്യണം. എന്നിട്ട് അതിങ്ങനെ തയ്ച്ചൊക്കെ പിടിപ്പിച്ചതിന് ശേഷം, അപ്പോൾ ബാക്കിലല്ല ഞാനിപ്പോൾ പറയണത്, ഫ്രണ്ടിലൊക്കെ തയ്ച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇത് കട്ട് ചെയ്ത് പോയിൻ്റ് ചെയ്തൊക്കെ എടുക്കാം. എന്നിട്ട് സൈഡിലൊക്കെ ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അടിച്ച് മറിച്ചെടുത്തിട്ട് ഹെമ്മിങ് ചെയ്യണമെങ്കിൽ ഹെമ്മിങ് ചെയ്യാം. നൈറ്റിയൊക്കെ ഹെമ്മിങ് ചെയ്യാതിരിക്കണം കേട്ടോ നല്ലത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൈറ്റി നമുക്കറിയാമല്ലോ, വാഷിംഗ് മെഷീനിലിട്ട് അലക്കണവരാണെങ്കിലും
നല്ലോണം ഇട്ട് കറക്കും. സൂക്ഷിച്ചലക്കാത്തൊരു സാധനമാണ് നൈറ്റി എന്ന് പറയണത്. അതുപോലെ തന്നെ അണ്ടർസ്കേർട്ട്, നൈറ്റിയൊക്കെ നമ്മൾ വാഷിംഗ് മെഷീനിലാണെങ്കിലും കല്ലിലാണെങ്കിലും നല്ലോണം അടിച്ചലക്കണ ഒരു സംഭവമാണല്ലോ. അപ്പോൾ ഈ കഴുത്തൊക്കെ ഹെമ്മിങ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് വിട്ടുപോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തയ്ച്ച് വെക്കണം കേട്ടോ. ഇപ്പോൾ ഞാനിതൊന്ന് ആ ക്രോസ് പീസല്ല ക്യാൻവാസിലേക്ക് ഒന്ന് പതിച്ചടിക്കുകയാണ്. അതിന് ശേഷം ഞാൻ നെക്കിങ്ങനെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് വെക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് നെക്കിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കോളർ വെക്കണമെങ്കിൽ കോളർ വെക്കാം കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലേ കസ്റ്റമർക്ക് വേണ്ടിയാണ് ചെയ്യണത്. അപ്പോൾ കോളർ വെക്കാതെയാണ് ഞാൻ ചെയ്തത്. ഇനിയിപ്പോൾ കോളർ വേണമെന്നുള്ളവർക്ക് ഇവിടെ ഒരു കോളറൊക്കെ വെച്ച് കൊടുക്കാം. ഞാൻ മുന്നേ കോളറിൻ്റെ ഫ്രോക്ക് നൈറ്റിയൊക്കെ ചെയ്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. വെള്ള കോളറൊക്കെ വെച്ചിട്ട് കാണിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ വീനൊക്കെ വെച്ചിട്ട് കോളർ വെച്ചാലും മതി. പീറ്റർ കോളറില്ലേ, അത് വെച്ചാൽ ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ എന്താ നോക്കി, നമ്മൾ ബാക്ക് നെക്കാണ് 3.25 കേട്ടോ ഞാൻ അകലം കൊടുക്കണത്. ഒരുപാട് അകലം കൊടുക്കണില്ല, 4 കൊടുക്കണില്ല, വലുതായി പോവും. പിന്നെ 4 ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കം കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇത് ഒത്തിരി വണ്ണമുള്ള ആൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യണത്. അതായത് 24 ഇഞ്ച് ഒരു സൈഡ്, 48 ഇഞ്ച് സൈസ് ഉണ്ട് ചെസ്റ്റ് അളവിന് ഇത് സ്റ്റിച്ച് ചെയ്തത്. ഇനി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ, ഞാൻ സ്റ്റിച്ച് ചെയ്ത് തരും. കഴിഞ്ഞ ദിവസം ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുകയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രോക്ക് നൈറ്റി ഇത് ഞാൻ കൊടുക്കുന്നത് 450 രൂപക്കാണ് കേട്ടോ. കുറിയറാണ് അയക്കണമെങ്കിൽ കുറിയർ ചാർജ് ഒന്നും ഇല്ലാതെയാണ് 450 രൂപ. 450 രൂപ കൊടുത്താൽ പിന്നെ കുറിയർ ചാർജ് ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇങ്ങനെ തയ്ച്ച് തരും. ഇപ്പം നൈറ്റി മെറ്റീരിയലൊക്കെ ഇരിക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ തയ്ച്ച് വേണമെന്നുള്ളവർ പറഞ്ഞാൽ മതി, ഞാൻ തയ്ച്ച് തരാം കേട്ടോ. ഞാൻ തയ്ച്ച് തരാമെന്നല്ല, നമുക്കിവിടെ സ്റ്റാഫുണ്ട്, സ്റ്റാഫിനെ കൊണ്ട് തയ്പ്പിച്ച് ഞാൻ അയച്ചു തരാം. ഓക്കെ. അപ്പോൾ ഇത് നല്ല ഭംഗിയാട്ടോ. താഴ്ഭാഗത്ത് ആ കോർണർ ഭാഗത്ത് ഞാൻ ആ പീസും കൂടെ വെച്ചപ്പോൾ നന്നായിട്ട് ഫ്ലെയറൊക്കെ കിട്ടി. ലാസ്റ്റ് തയ്ച്ചിട്ട് ഫുൾ ഫിനിഷ് ചെയ്തിട്ടുള്ള ലുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനി കോളർ വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതാ കഴുത്ത് നമ്മൾ ക്യാൻവാസ് വെച്ചിട്ടല്ല ക്രോസ് പീസ് വെച്ചിട്ട് ഫിനിഷ് ചെയ്തെടുക്കുന്നതാണിത്. ജസ്റ്റ് ക്രോസ് പീസ് വെച്ച് അടിച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഈ ക്രോസ് പീസ് കിട്ടിയത് കഴുത്തൊക്കെ വെട്ടിക്കളഞ്ഞില്ലേ, ആ പീസിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും ബാലൻസ് കിട്ടൂല. ഇത് നൈറ്റി അടിക്കാൻ നേരം നിങ്ങൾക്ക് അടിക്കണവർക്ക് അറിയായിരിക്കും, ഒട്ടും ബാലൻസ് ആ പീസിൽ നിന്ന് കിട്ടില്ല. നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു പൊടി കഷ്ണങ്ങൾ വെച്ചിട്ടാണ് കഴുത്തൊക്കെ ഫിനിഷ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം മിക്ക നൈറ്റുകളും നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവില്ല, അതിൻ്റെ അടിപ്പീസ് വെക്കണത് വേറെ വല്ലതിൻ്റെ പീസ് വെച്ചിട്ടായിരിക്കും. അങ്ങനെയാണ് സാധാരണ ചെയ്യാറ് എല്ലാവരും. അപ്പോൾ അതാ ഇങ്ങനെ അടിച്ചതിന് ശേഷം അടിയിൽ ഇങ്ങനെ തയ്യൽ തുമ്പൊക്കെ ചാടി നിൽക്കണമെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നീറ്റാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ ഇനിയുള്ള വീഡിയോ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഓളെന്ന ഓപ്ഷനും എല്ലാം ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കണം കേട്ടോ. ബെല്ലൈക്കണും ഒക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കണേ. അപ്പോൾ അതാ നോക്കി, നമ്മൾ ഈ കുഞ്ഞു പീസാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇത് വെച്ച് കൊടുക്കണം. ഇത് ഇങ്ങനെ നൈറ്റിക്കും വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ശരിക്കും നൈറ്റിക്ക് വലിയ പ്രശ്നമില്ല. ഇങ്ങനത്തെ ഗൗണൊക്കെ അടിക്കുമ്പോഴാണ് നമുക്കിത് താഴ്ഭാഗത്തെ ഫ്ലെയർ ഇല്ലെങ്കിൽ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അത് നോക്കി അതിൻ്റെ തേര് ഭാഗം ഉണ്ടല്ലോ, തേര് ഭാഗം തന്നെ തേര് ഭാഗത്ത് വെക്കണം കേട്ടോ. ആ ക്രോസ് ആയിട്ടുള്ള ഭാഗം വെക്കരുത്. ഇനി ഇതാ ഇങ്ങനെ ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെ നമ്മൾ വെറുതെ കളയണ പീസാണല്ലോ. ഇത് താഴത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലുക്ക് തന്നെ മാറിക്കിട്ടും കേട്ടോ. അല്ലെങ്കിൽ നമ്മളവിടെ ആ ഒരു പ്ലീറ്റ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. കണ്ട ഇപ്പോൾ ആ ഒരു ലെവൽ തന്നെ മാറിയിട്ടുണ്ട്. ആ ഒരു നന്നായിട്ട് വരും. അതുപോലെ തന്നെ നല്ല ഫ്ലെയറും കിട്ടും കേട്ടോ. അപ്പോൾ 4 സൈഡിലും വെച്ചിട്ടുണ്ട്. ഇതാ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടിലും ബാക്കിലും 2 സൈഡിലും വെച്ച് കൊടുത്തു. കഴുത്തും നല്ലോണം പതിച്ചൊക്കെ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കഴുത്തിങ്ങനെ വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ട് അത് ഇങ്ങനെ പൊതിഞ്ഞടിക്കൂലേ, അപ്പോൾ കറക്റ്റായിരിക്കണം കേട്ടോ. കഴുത്തിൻ്റെ ക്യാൻവാസിൻ്റെ ഭാഗം, അതായത് നെക്ക് തമ്മിൽ ചേരണ ഭാഗം നന്നായിട്ട് നീറ്റായിട്ട് ഇരിക്കണം. എന്നിട്ട് താഴത്തുനിന്നുള്ള ക്രോസ് പീസ് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പൊതിഞ്ഞിങ്ങനെ വെക്കുക. കണ്ടോ, ഇങ്ങനെ ടൈറ്റായിട്ട് പിടിച്ചിട്ട് വേണം പൊതിഞ്ഞ് വെക്കാൻ കേട്ടോ. തെന്നി പോകരുത്. അതിന് ശേഷം അവിടെ നിന്ന് ഞാൻ കണ്ട വിരൽ വിട്ടിട്ടില്ല. വിരൽ വിട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ലൂസായി പോകും. അതുകൊണ്ട് ഒരു വിരൽ ഞാൻ അവിടെ തടസ്സം പിടിച്ചേക്കാണ്. എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് കണ്ട ടൈറ്റിൽ വന്നിട്ട് അവിടെ അടിച്ച് നിർത്തുക. അടിച്ചിട്ട് കെട്ടിട്ടിട്ടില്ല കേട്ടോ. ഒന്ന് ചെക്ക് ചെയ്തിട്ട് കെട്ടിടാൻ വേണ്ടി അടിച്ച് നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് മറിച്ച് നോക്കിയാൽ കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം കെട്ടിട്ടടിച്ചാൽ മതിയിട്ട്. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് അടിച്ചെടുക്കാം. കണ്ട ഇങ്ങനെ പൊതിഞ്ഞടിക്കുമ്പോൾ തന്നെ അതിൻ്റെ കഴുത്ത് ഷോൾഡർ കൂട്ടുമ്പോൾ വെറുതെ ഇങ്ങനെ ഷോൾഡർ കൂട്ടുന്നതിനേക്കാളും ഇങ്ങനെ പൊതിഞ്ഞടിക്കുമ്പോൾ ഒരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാം. ചുരിദാറൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ അവിടെയും ഒന്ന് അടിച്ചിട്ടുണ്ട്.
അതും ഒന്ന് നിവർത്തി നോക്കിയതിന് ശേഷം ഇങ്ങനെ നേരെ ഇട്ടിട്ട് ഷോൾഡർ ഒന്നുകൂടെ അടിച്ചിട്ട് വേണം കഴുത്ത് പതിച്ചടിക്കാനായിട്ടോ. അപ്പോൾ കഴുത്ത് പതിച്ചടിക്കണേക്ക് അതാ നോക്കിയേ, ഞാനെല്ലാം ഇങ്ങനെ കാണിക്കുന്നത് എന്താണെന്നാ, നമ്മളിപ്പോൾ ഇത് നിങ്ങളിങ്ങനെ അടിച്ചോന്നും പറഞ്ഞിട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് വരും, അയ്യോ അതുകൂടെ കാണിക്കായിരുന്നില്ല. ഇന്നലെ എന്താ പറ്റിയെന്നറിയോ, ഇന്നലെ ഞാനൊരു കഫ്താൻ അടിക്കണ കാണിച്ചില്ലേ, അപ്പോൾ വയറിൻ്റെ അവിടെ വള്ളി വെക്കണ എൻ്റെ ആ ഭാഗം അവിടെ മിസ്സായിട്ടോ. എൻ്റെ ആ വീഡിയോ നഷ്ടപ്പെട്ടു എന്നാണ് കരുതിയത്. പക്ഷേ ഇന്ന് നോക്കിയപ്പോൾ വീഡിയോ കിടക്കണ്ടായിരുന്നു. അത് കുഴപ്പമില്ല, ഇനി കഫ്താൻ്റെ ഓർഡർ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് കഫ്താൻ എങ്ങനെ അടിക്കേണ്ടതെന്നൊക്കെ ഒന്നുകൂടെ കാണിച്ചു തരാം, ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതോ ഞാൻ പറഞ്ഞത് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ നമ്മളങ്ങോട്ട് മിസ്സായി കഴിയുമ്പോൾ അതിന് കമൻറ്റ് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബാക്ക് നെക്ക് അടിക്കണൊക്കെ കാണിച്ചു തന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ സൈഡ് അടിക്കുകയാണ്. നമ്മൾ 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് സൈഡിൽ കൊടുത്തേക്കണത്. ആ 1 ഇഞ്ച് തന്നെ കീപ്പ് ചെയ്ത് അടിച്ചെടുക്കുക. കണ്ടോ, ഇതേപോലെ അങ്ങ് അറ്റം വരെ അടിച്ചാൽ മതി കേട്ടോ. നല്ല നീറ്റായിട്ട് തന്നെ അടിക്കുക. പിന്നെ എവിടെ നമ്മൾ അടിക്കുകയാണെങ്കിലും അവിടെ ഡബിൾ സ്റ്റിച്ച് ഇടാൻ ശ്രമിക്കുക കേട്ടോ. ഡബിൾ സ്റ്റിച്ച് ഇട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അറിയാമല്ലോ, നമ്മൾ നൈറ്റി വാങ്ങിച്ചാലും ഒരു 50 രൂപ വല്ലതും കൊടുത്തിട്ട്, നമ്മുടെ ഷോപ്പിൽ 50 രൂപയാണ് കേട്ടോ റീസ്റ്റിച്ച് ചെയ്യാനായിട്ട്, നമ്മൾ രണ്ടാമത് അടുപ്പിക്കേണ്ടി വരും. അതേസമയം നമ്മൾ തന്നെ തയ്ക്കുമ്പോഴത്തേക്കും നമുക്കൊക്കെ ആണെങ്കിൽ ഡബിൾ സ്റ്റിച്ച് ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. പിന്നീട് അതുമ്പോൾ കിടന്ന് പണിയാൻ വേണ്ട. അപ്പോൾ ഞാൻ സൈഡ് അടിച്ചിട്ടുണ്ട്. ഇതേപോലെ അപ്പുറത്തെ സൈഡും അടിക്കുക കേട്ടോ. അതിന് ശേഷം നമ്മുടെ കൈക്ക് എലാസ്റ്റിക് വെച്ച് കൊടുക്കണം. അപ്പോൾ കൈയിൻ്റെ ഞാൻ എലാസ്റ്റിക് ഇതാ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. 4 ഇഞ്ച് എലാസ്റ്റിക്കാണ്. കൈയിൻ്റെ വീതി ഉണ്ടല്ലോ, കൈവണ്ണം, അത് നോക്കിയിട്ട് എത്ര ഇഞ്ച് വേണം നോക്കുക. എന്നിട്ട് അതിനനുസരിച്ച് മൈനസ് ഒന്നും ചെയ്യണ്ട കേട്ടോ. അതായത് ഇത് കൈമ വന്ന് വല്ലാണ്ട് ടൈറ്റായിട്ട് ഇരിക്കാനുള്ളതല്ലല്ലോ, ഒന്ന് ചുരുങ്ങിയിരിക്കണം. അപ്പോൾ കൈവണ്ണം നോക്കിയിട്ട് കറക്റ്റായിട്ട് അത്രയും തന്നെ മുറിച്ചെടുക്കുക. 2 എണ്ണം മുറിച്ചെടുക്കണം കേട്ടോ, 2 കൈക്കും വേണമല്ലോ. അതിനുശേഷം എലാസ്റ്റിക് ആദ്യം പിടിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം കൈ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി കൈ നേരെ വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ വീതി കൂട്ടിയെടുക്കണമെന്ന് മാത്രം. പക്ഷേ ഇങ്ങനെ തയ്ക്കുന്നതാണ് കേട്ടോ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് തയ്ക്കാം കേട്ടോ. നേരെ അടിച്ചിട്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പോൾ അത് എലാസ്റ്റിക് തന്നെ പിടിച്ച് കഴിയുമ്പോൾ ഒന്നിങ്ങനെ വലിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ എലാസ്റ്റിക്കിൻ്റെ അതായത് കൈൻ്റെ വീതി ഇപ്പോൾ 15 ഇഞ്ചാണെങ്കിൽ 20 ഇഞ്ച് വീതി വേണം കേട്ടോ തുണിക്ക്. എന്നാലാണ് ലാസ്റ്റിക് ഇട്ടാൽ ഒരു ചുളിവൊക്കെ കിട്ടുള്ളൂ. 1 ഇഞ്ച് മുകളിലേക്ക് മാറ്റിയിട്ടാണ് ലാസ്റ്റിക് വെച്ചിട്ടുള്ളത്. കണ്ടോ, കറക്റ്റായിട്ട് നമുക്ക് അറ്റം വരെ അടിച്ചെടുക്കാം കേട്ടോ. ഇതേപോലെ അങ്ങ് അടിച്ചെടുത്താൽ മതി. അപ്പോൾ എലാസ്റ്റിക്കിൻ്റെ നടുക്കൂടാണ് കേട്ടോ നമ്മൾ അടിക്കുന്നത്. അല്ലെങ്കിൽ ഇനി ബോബിൻ എലാസ്റ്റിക് ആണെങ്കിൽ അങ്ങനെ ഇട്ടാലും മതി. ഞാനിപ്പോൾ 4 ഇഞ്ച് എലാസ്റ്റിക്കാണ്. ബോബിൻ എലാസ്റ്റിക് ഇങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലേ ഒരെണ്ണം മാത്രമൊക്കെ ആയിട്ടുണ്ട്, കുറേ കഴിയുമ്പോൾ അത് ലൂസായി പോകും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത് കേട്ടോ. ഇനി നമുക്കിത് സൈഡ് അടിച്ചിട്ട് മറ്റേ കൈക്കും ഇതേപോലെ തന്നെ എലാസ്റ്റിക് വെക്കുക കേട്ടോ. ഇനി സൈഡ് അടിച്ചിട്ട് നമുക്ക് സാധാരണ നമ്മൾ കൈ കയറ്റുന്ന പോലെ റൗണ്ടിൽ കയറ്റി കൊടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ താഴത്തെ ഫ്രില്ല് വെക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ തയ്യൽ തുമ്പൊന്നും ഒരുപാട് വിട്ട് കൊടുക്കണില്ല. 1/2 ഇഞ്ച് മാത്രം ഇങ്ങനെ അടിച്ചിട്ട് ആ കക്ഷത്തിലേക്ക് നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കുകയാണ്. നല്ലോണം നമുക്ക് പഫൊക്കെ വെക്കാൻ തുണി ഉണ്ടാവുള്ളൂ കേട്ടോ. മറ്റേ കൈ റെഡി ആക്കിയിട്ടില്ല. അപ്പോൾ ഇത് വെക്കണത് ഞാൻ കാണിച്ചു തരാം. അതിന് ശേഷം ഞാൻ മറ്റേതും കൂടെ വെക്കാം. ഓക്കെ, അപ്പോൾ അതായത് ഇങ്ങനെ ആം ഹോളിൽ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം റൗണ്ടിൽ അടിച്ചെടുക്കുക. എന്നിട്ട് ആ മോൾ ഭാഗത്ത് വരുമല്ലോ ഷോൾഡറിൻ്റെ ആ ഭാഗം, അവിടെ എത്തുമ്പോൾ 2-3 പ്ലേറ്റ്സ്. ഒരുപാട് പ്ലേറ്റ്സ് ഇടാനുള്ള തുണിയൊന്നും ഉണ്ടാവില്ല കേട്ടോ നൈറ്റി മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ. പിന്നെ നമ്മൾ ആ സൈഡിൽ അറ്റത്ത് വെക്കാനായിട്ട് കുറച്ച് തുണി എടുത്തല്ലോ, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വീതിയിൽ മുറിച്ചെടുക്കാം. പക്ഷെ ആ പീസ് അവിടെ വെക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയാട്ടോ. നിങ്ങൾ ഇങ്ങനെ വെച്ച് നോക്കൂ, കാണുമ്പോൾ ഞാനിത് വിരിച്ചിട്ടിട്ട് കാണിച്ചു തരാം. അതുകൊണ്ട് ഞാൻ ബൊമ്മയിൽ ഇടണില്ല. വിരിച്ചിടുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഞാൻ പറയണേ എന്താണെന്ന്. താഴ്ഭാഗത്ത് ഇങ്ങനെ ഒന്നും ചരിഞ്ഞു പോവില്ല, നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ കുഞ്ഞു ഒരു 3-4 പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്രയൊക്കെ ഉള്ളൂ കേട്ടോ തുണി. ഒത്തിരി നമുക്ക് വീതിയിൽ പ്ലേറ്റ്സ് ഇടാനുള്ള തുണിയൊന്നും ഇല്ല. ഉള്ള തുണി വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഭംഗിയാക്കി എടുക്കും. അപ്പോൾ ഇങ്ങനെ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യാണ്. ഒരു പ്ലേറ്റും കൂടെ ഇടാൻ പറ്റും. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നമുക്ക് ഇപ്പുറത്തേക്ക് അടിച്ചെടുക്കുക. അതുപോലെ തന്നെ ഒരടുപ്പും കൂടെ അടിക്കണം കേട്ടോ. കയ്യൊക്കെ അടിക്കുമ്പോൾ എന്തായാലും ഡബിൾ സ്റ്റിച്ച് ഇടണം. കക്ഷമൊക്കെ പെട്ടെന്ന് പൊട്ടിക്കീറി പോകുമല്ലോ. അത് റെഡിമെയ്ഡ് അടിക്കണേലാണ് കേട്ടോ അങ്ങനെ. നമ്മളൊക്കെ ഇങ്ങനെ സാധാരണ അടിക്കണേൽ വലിയ സ്റ്റിച്ചൊന്നും ഇട്ടിട്ട് ഞാൻ അങ്ങനെ അടിക്കാറില്ല കേട്ടോ. വലിയ സ്റ്റിച്ചിട്ട് അടിക്കാറില്ല. എനിക്കൊരു മീഡിയം സ്റ്റിച്ചിൽ തന്നെയാണ് എല്ലാം അടിക്കണത്. അപ്പോൾ ഇങ്ങനെ ഒരടുപ്പ് വന്നിട്ടുണ്ട്. ഇതേ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഒരു സ്റ്റിച്ച് കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ.
മിക്സ് ആൻഡ് മാച്ച് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. അതിനാണ് ഞാനത് കാണിച്ചു തന്നത് എങ്ങനെ വെട്ടണം എന്നൊക്കെ. അതാ കൈ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പുറത്ത് നമുക്ക് കൈയൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇനി താഴ്ഭാഗത്ത് 2 സൈഡൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. താഴ്ഭാഗത്ത് നമ്മളിതാ ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ മൂലയുണ്ടല്ലോ, നമ്മൾ ആ പീസ് പിടിപ്പിച്ച ആ ഭാഗം, പീസ് പിടിപ്പിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ. ഒരു 1-1.5 ഇഞ്ചോ മുകളിലേക്ക് മാറ്റിയിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഫ്രില്ല് പിടിപ്പിച്ച് കഴിയുമ്പോഴുണ്ടല്ലോ ആ സൈഡ് കൊണ്ട് അങ്ങനെ തൂങ്ങിക്കിടക്കും. അതില്ലാതിരിക്കാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണത് കേട്ടോ. ഇനിതാ അത് വെട്ടി നല്ല നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ താഴെ വെക്കാനുള്ള ഫ്രില്ലുണ്ടല്ലോ കണ്ടോ. ഇതിപ്പോൾ 3 പീസായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത്. കട്ട് ചെയ്തത് ഞാൻ കാണിച്ചല്ലോ. അതേപോലെ 3 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 3 പീസും കൂടെ നീളത്തിൽ നമുക്ക് യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് ഇതിൽ നമുക്ക് പ്ലീറ്റ്സ് പിടിപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് യോജിപ്പിച്ചിട്ട് വരാം കേട്ടോ. അപ്പം ഞാൻ നീളത്തിൽ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ആ മെഷീൻ്റെ ആ ഒരു എൻഡ് ഭാഗം കണ്ടോ, അവിടെ എത്തുമ്പോൾ ഒരു പ്ലേറ്റ് ഇടുക. എന്നിട്ട് അത് പോയി സൂചിയിൽ വെക്കുമ്പോൾ പിന്നെ ഇവിടെ ഒരു പ്ലേറ്റ് ഇടുക. അങ്ങനെ അതായത് നമുക്ക് ഒരേ ലെവലിൽ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒന്നവിടെ ഒന്നിവിടെ ആയിട്ട് പ്ലേറ്റ്സ് ഇട്ടിട്ട് കാര്യമില്ലല്ലോ. അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യണത്. ഇതാ കറക്റ്റായിട്ട് നമ്മളിങ്ങനെ പ്ലേറ്റ്സ് ഇട്ടെടുക്കുന്നുണ്ട്. അറ്റം വരെ നമുക്ക് പ്ലേറ്റ്സ് ഇടാം. അതിന് ശേഷം നമുക്കിതിനെ 4ആക്കി മടക്കാം. 4ആക്കി ഇതേ പ്ലേറ്റ്സ് ഇട്ട ആ ഒരു ഫ്രില്ലിട്ടതിനെ നോക്കിയിട്ട് നമ്മുടെ ഈ സ്കേർട്ട് പാർട്ട് എൻഡ് ഭാഗത്ത് കറക്റ്റാണോ എന്ന് നോക്കുക. ഇനിയിപ്പോൾ കൂടുതലായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ 1-2 പ്ലേറ്റ് ഇടയിൽ ഇട്ട് കൊടുക്കുക. കുറവായിട്ടാണ് വന്നിട്ടുള്ളതെങ്കിൽ ഇടയ്ക്കൊന്ന് 1-2 പ്ലേറ്റ് അഴിച്ച് ചെറുതാക്കി ഇട്ട് കൊടുത്താലും മതി. ഇനി നമുക്കിതിലേക്ക് പിടിപ്പിച്ച് കൊടുക്കാം. പിടിപ്പിച്ച് കൊടുക്കുമ്പോൾ അറ്റത്തുനിന്ന് അടിക്കരുത് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ വെച്ചിട്ട് ആ തുമ്പ് കുറച്ച് ഇങ്ങോട്ട് വിട്ടിട്ട് അടിക്കണം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതായി പീസ് വെച്ചോണ്ട് ഇത്രയും വീതി നമുക്ക് കൂടുതൽ കിട്ടണ്ട കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പണ്ട് ചുരിദാറിനൊക്കെ ഇങ്ങനെ ചെയ്യുമായിരുന്നു, ഫ്ലെയർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അതങ്ങനെ ചെയ്യാണ്ടായി. ഇപ്പോൾ ഇത് ചെയ്തപ്പോഴാണ് ഒരു നൈറ്റ് നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിച്ചപ്പോഴാണ് അവിടെ ഒരു ഭംഗിയില്ലാണ്ട് കിടക്കണം കണ്ടത്. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ എന്ന്. അപ്പോൾ നമ്മൾ ഈ സ്കേർട്ട് പാർട്ട് ഇതിലേക്ക് ഇങ്ങനെ വെച്ചടിച്ചെടുക്കണം കേട്ടോ. റൗണ്ടിൽ വെച്ചടിച്ചെടുക്കണം. എന്നിട്ട് അറ്റത്ത് എത്തുമ്പോൾ അതെങ്ങനെ കൂട്ടി തയ്ച്ചെടുക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ ഇങ്ങനെ പിടിപ്പിച്ച് അറ്റം വരെ റൗണ്ടിൽ അടിച്ചെടുത്താൽ മതി. അപ്പം നമ്മൾ അടിച്ച് ഇപ്പുറം എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെ ഒന്ന് മെഷീനിൽ നിന്ന് മാറ്റുക. എന്നിട്ട് 2 തുമ്പും കൂടെ ചേർത്ത് പിടിക്കുക. എന്നിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക ഇതുപോലെ. അപ്പം ഞാൻ പറയണേക്കെ മനസ്സിലാവണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളൊക്കെ എങ്ങനെ ഞാൻ ക്ലാസ് ഇട്ട് തന്നിട്ട്, ക്ലാസ്സല്ല ഇങ്ങനെ ഇതുപോലെ വീഡിയോസ് ഇട്ട് തന്നിട്ട് തയ്യൽ പഠിക്കാൻ പറ്റുന്നുണ്ട്. ആ ക്ലാസ്സിൽ പഠിച്ചവരാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സിൻ്റെ അഭിപ്രായങ്ങളും കൂടെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നമ്മളിതിങ്ങനെ അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഇത്തിരി കൂടുതലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്ലേറ്റും കൂടെ ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഒരു സ്റ്റിച്ച് കൂടെ ചുറ്റിന് അടിച്ചെടുക്കണം കേട്ടോ. ഇനി അടിഭാഗം മടക്കി അടിക്കണം. അടിഭാഗം മടക്കി അടിക്കുമ്പോൾ ഒരുപാട് വീതി കൂട്ടിയൊന്നും അടിക്കേണ്ട, അതിനുള്ള തുണിയൊന്നും ഉണ്ടാവില്ല. ഇതുപോലെ നേരിയതായിട്ട് മടക്കിയിട്ട് ഇങ്ങനെ വലിച്ച് പിടിച്ച് ചുറ്റിനും അങ്ങ് അടിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ ആദ്യം ഈ ഒരു അടിഭാഗം മടക്കി അടിച്ചിട്ട് പ്ലേറ്റ്സ് അതിൻ്റെ അകത്തേക്ക് അറ്റാച്ച് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഉടുപ്പ് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി റെഡ് കൂടെ തയ്ക്കാനുണ്ട്. റെഡ് തയ്ച്ചിട്ടില്ല, ബ്ലാക്ക് മാത്രമേ തയ്ച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഉടുപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ സ്റ്റിച്ച് ചെയ്ത് അയച്ചു തരാം. കണ്ട താഴ്ഭാഗം കണ്ട നല്ല ഭംഗിയായിട്ട് കിടക്കണം കേട്ടോ. ആ ഒരു ഷേപ്പ് തന്നെ നല്ല ഭംഗിയായി കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഉടുപ്പ്. ഇപ്പോൾ നൈറ്റി അല്ല, ഏത് മോഡൽ ഡ്രസ്സ് വേണമെങ്കിലും ഈ മോഡലൊക്കെ തയ്ച്ചെടുക്കാം കേട്ടോ. പാർട്ടി വെയറൊക്കെ തയ്ച്ചെടുക്കാം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അടിപൊളി വീഡിയോ വിശേഷമൊക്കെ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും വരാം.